മറ്റൊരു വാർത്തയിലേക്ക് FCRA ബിൽ പുതിയ നീക്കവുമായി കേന്ദ്രം. ബിൽ JPCക്ക് വിടാം എന്ന നിലപാടിലാണ് സർക്കാർ. DMK, NCP, ശരത് പവാർ വിഭാഗം എന്നിവരുടെ ആശങ്ക പരിഗണിച്ചാണ് സർക്കാരിൻ്റെ നീക്കം. പകരം മണ്ഡല പുനർനിർണ്ണയത്തിലും വനിതാ സംവരണത്തിലും ഇരു പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കാനാണ് നീക്കം. സംസ്ഥാനത്തിൻ്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കുന്ന ബില്ല് ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആണ് ബിൽ അവതരിപ്പിച്ചത്. मैं माननीय गृह मंत्री जी की ओर से प्रस्ताव करता हूं कि केरल राज्य का नाम परिवर्तन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए। माननीय सदस्य श्री सौगत राय जी, प्रश्न यह है कि विधेयक को पुनर्स्थापित करने की अनुमति प्रदान की जाए। जो सदस्य इसके पक्ष में वो हाँ कहें, जो सदस्य विरोध में है वे ना कहें। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ, अनुमति प्रदान की जाती है। माननीय मंत्री जी अब विधेयक पुनर्स्थापित करें। അമിത്ഷാ എവിടെ എന്ന് ചോദിച്ച് കേരളത്തിൽ നിന്നുള്ള MP-മാരെ അവിടെ പ്രതിഷേധമുയർത്തി. പ്രതിപക്ഷ മുറവിളിക്കിടെ പാർലമെന്റിൽ ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പക്ഷേ എത്തിയില്ല. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. അതിനിടെ അമിത്ഷാ സഭയിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം കേരള എന്ന് പുറത്ത് വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ നാടിൻ്റെ പേര് കേരളം എന്നാവുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു നടപടിക്രമം അവിടെ നടന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെ ഉണ്ടല്ലോ, അവിടെ സംഭവിച്ചുവല്ലോ, വലിയ പ്രതിഷേധമുണ്ടായി. ഇന്ന് അമിത്ഷാ സഭയിലെത്തും വൈകുന്നേരത്തിനകം എന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതെ സനീഷ്, ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയാണ്. അമിത്ഷാ സഭയിലെത്തും. കാരണം ഇന്ന് കാര്യോപദേശക സമിതി ലോക്സഭയുടെ ചേർന്നിരുന്നു. അതിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അമിത്ഷാ സഭയിലെത്തും. ഒപ്പം തന്നെ സർക്കാർ നിലപാട്, വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ സർക്കാരിന്റെ നിലപാട് വിശദീകരിക്കും എന്ന് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കാര്യോപദേശക സമിതിയിലാണ് ഏതായാലും കഴിഞ്ഞ 16 ദിവസമായി നീണ്ടു നിൽക്കുന്ന പ്രതിപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം അമിത്ഷാ സഭയിലെത്തണം, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രസ്താവന നടത്തണം എന്നുള്ളതായിരുന്നു. ഇന്ന് 2 ബില്ലുകൾ അമിത്ഷായുടെ പേരിലാണ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുകയാണ്. പകരം സർക്കാർ ഇപ്പോൾ പ്രധാനമായും DMKയും ശരത് പവാർ വിഭാഗം NCPയും ഒപ്പം നിർത്താൻ ശ്രമം നടത്തുകയാണ്. കാരണം ഈ 2 പാർട്ടികളുടെയും പിന്തുണ മണ്ഡല പുനർനിർണ്ണയ ബില്ലും വനിതാ സംവരണത്തിലും ആവശ്യപ്പെടുകയാണ് സർക്കാർ. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കുന്നത്. ഈ 2 പാർട്ടികളും ഒപ്പം നിന്നാൽ ഏതാണ്ട് 30 MP-മാരെ സർക്കാരിന് അവരുടെ പക്ഷത്തേക്ക് ചേർക്കാൻ കഴിയും. അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അമിത്ഷാ സഭയിലെത്തും. ഇത് ഡൽഹി അതിക്രമങ്ങളെക്കുറിച്ചുള്ള തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇന്ന് കേൾക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഗേഷ്, എന്തായിരിക്കും അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം എന്നത് സംബന്ധിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് പ്രവചിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനാകുമോ? കാരണം ഇത് പ്രധാനമന്ത്രി ആണെങ്കിൽ തന്നെയും അതേക്കുറിച്ചൊന്നും പറയാൻ തയ്യാറായിരുന്നില്ല. RSS ഈ ജൻസിയെ തള്ളിക്കളയരുത് എന്ന നിലപാടാണ് ഇതേക്കുറിച്ച് ഇതിനുശേഷം സ്വീകരിച്ചത്. ഇതിപ്പോൾ അവിടെ ഈ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള മോശം ഇടപെടൽ, അവരോട് വല്ലാത്ത രീതിയിൽ ലൈംഗികമായിട്ടുള്ള ആക്രമണം തന്നെയും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഡൽഹി പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ തൊട്ട് താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിശദീകരണം തന്നെയും അദ്ദേഹത്തിന് നൽകേണ്ടതായിട്ട് വരില്ലേ? രാഷ്ട്രീയമായിട്ട് മാത്രം അത് ട്വിസ്റ്റ് ചെയ്ത് പോവുക സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും അമിത്ഷാ സംസാരിക്കുക? അതെ, അമിത്ഷാ എന്തു പറയുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഇപ്പോൾ ഒരു പ്രതികരിക്കാൻ നിർബന്ധിതരായതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനവും പ്രതിഷേധവും ഒക്കെ തന്നെ അമിത്ഷാ പ്രസ്താവന നടത്തണം, എന്തുകൊണ്ട് സഭയിൽ എത്തുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളും ബാനറുകളുമാണ് ഉയർത്തിയിരുന്നത്. പക്ഷേ അമിത്ഷാ സഭയിൽ പാർലമെന്റിൽ വന്നിരുന്നെങ്കിൽ പോലും സഭയിൽ എത്തുന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ല. മാത്രവുമല്ല, രാജ്യസഭാ അധ്യക്ഷന് പോലും പറയേണ്ട സാഹചര്യം പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കാരണം ഖർഗെ സംസാരിക്കുന്നിടയിൽ കിരൺ റിജിജു ഇടപെടുകയും തുടർന്ന് രാജ്യസഭാ ചെയർമാൻ തന്നെ അത്തരം ചോദ്യം, പ്രതിപക്ഷത്തിന്റെ വികാരം അമിത്ഷായെ ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണം സർക്കാർ എന്ന് പറയേണ്ട ഒരു സാഹചര്യം, അങ്ങനെ സർക്കാരിലെ വെട്ടിലാക്കുന്ന ഒരു നിലപാടൊക്കെ തന്നെ രാജ്യസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അമിത്ഷാ പ്രസ്താവന നടത്തുകയാണെങ്കിൽ എന്തു പറയും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. നിലവിൽ ഡൽഹി പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രതികരണങ്ങളൊക്കെ തന്നെയായിരിക്കും അമിത്ഷായുടെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും ചർച്ച തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി വിശദീകരണം തയ്യാറാകുന്നുണ്ട്, അതോ പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും സർക്കാർ അവരുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം സഭാ നടപടികൾ ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. രാജ്യസഭാ ചെയർമാൻ പോലും ഇത്തരം പ്രതികരണം നടത്തിയ സാഹചര്യം ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാഗേഷ്, എന്തായാലും അമിത്ഷാ അല്പസമയത്തിനകം തന്നെ ഇന്ന് എന്തായാലും വൈകുന്നേരത്തിനകം അദ്ദേഹം പാർലമെന്റിൽ സംസാരിക്കും.